ഓക്കെ, ഇത് നമ്മുടെ LCM ആൻഡ് HSFന് ബേസ് ചെയ്ത് MTSന് SSC MTSന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: എ നമ്പർ, എ സ്മോളസ്റ്റ് 3-digit നമ്പർ വിച്ച് വെൻ ഡിവൈഡ് ബൈ 3, 4, 5 ഗീവ്സ് റിമൈൻഡർ 1, 2, 3. അതായത് ഡിഫറൻറ്റ് റിമൈൻഡർ വരുന്ന കേസിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സപ്പോസ് ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, ഇവിടെ ആക്ച്വലി നമുക്ക് ആ നമ്പർ അല്ല ചോദിച്ചിരിക്കുന്നത്, സം ഓഫ് ഡിജിറ്റ് ആണ്. സം ഓഫ് ഡിജിറ്റ് വരുന്ന ക്വസ്റ്റ്യനിൽ പൊതുവെ ഷോർട്ട് കട്ട് ഇല്ല, പക്ഷെ ചില ക്വസ്റ്റ്യൻ അനുസരിച്ച് ഷോർട്ട് കട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഷോർട്ട് കട്ട് ഉണ്ട്. ആദ്യം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വേ പറഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് കട്ട് പറയുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ ക്വസ്റ്റ്യനും ഇത് അപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഇത് ആപ്ലിക്കബിൾ ആണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ഇത് സം ഓഫ് ഡിജിറ്റ് ആണ്. അതുകൊണ്ട് നമുക്കത് ആൻസർ ഓപ്ഷനിൽ നിന്ന് പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിഫറൻറ്റ് റിമൈൻഡേഴ്സ്. സോ ഡിഫറൻറ്റ് റിമൈൻഡേഴ്സ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കും. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്ത നമ്പരും കിട്ടിയ റിമൈൻഡറും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കും. ഓക്കെ, ഇവിടെ എല്ലായിടത്തും 2 വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ നമ്പേഴ്സിൻ്റെ LCM എടുക്കും. ഈ പറഞ്ഞ നമ്പറിൻ്റെ LCM എടുക്കും. എത്ര വരും? 60 വരും. ഈ പറഞ്ഞ നമ്പറിൽ നിന്ന് LCM എടുത്തു. വേറൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഈ LCMൽ നിന്ന് 2 കുറച്ചിരുന്നെങ്കിൽ കിട്ടുന്നതായിരുന്നു ആ പറയുന്ന നമ്പർ. ഓക്കെ, വേറൊന്നും ഇല്ലായിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? 3-digit നമ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 60x എന്ന് എടുക്കുക. ആ LCMൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? 2 കുറയ്ക്കുക. ഓക്കെ, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ലീസ്റ്റ് 3-digit നമ്പർ എന്നാണ് പറഞ്ഞാൽ. അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ലീസ്റ്റ് 3-digit നമ്പർ എടുക്കണം. സപ്പോസ് ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 999 എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ലീസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ 60 വെച്ച് ഡിവൈഡ് ചെയ്തു. 60 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം പോകും, ബാക്കി പോയിട്ട് 40 റിമൈൻഡർ വരും. ഓക്കെ, നമുക്ക് ഈ 100ൽ നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു നമ്പർ കിട്ടും. ആ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അത് ഒരു 2-digit നമ്പറാവും. ഓക്കെ, നമുക്ക് വേണ്ട 3-digit. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത 60ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 60 ആഡ് ചെയ്യണം. ഓക്കെ, അല്ല എങ്കിൽ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ, ഇങ്ങനത്തെ കേസ് പൊതുവേ 100-നേക്കാളും താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ 4-digit നമ്പർ ആണെങ്കിൽ 1000 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിമൈൻഡർ കിട്ടുമല്ലോ, അത് ഈ LCMൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ 60 - 40, എന്നിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഈ കിടക്കുന്ന നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 120 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഈ 120 -2 ആയിരിക്കും ഫൈനൽ ആൻസർ, 118. ഇവിടെ നമ്മൾ അത് തന്നെയാണ് ചെയ്തത്. 100ൽ നിന്ന് 40 കുറച്ചിട്ട് 60 ആഡ് ചെയ്തു. പകരം നമ്മൾ എന്ത് ചെയ്യും? ഇത്ര ഇങ്ങനെ വാരി വലിച്ച് എഴുതാറ് മൈൻഡിൽ ചെയ്യുന്നതാണ് ഈ പറഞ്ഞത്. എന്ത് ചെയ്യണം? 60 - 40 എന്നിട്ട് 100ൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ 118. 118 എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആ പറഞ്ഞ സ്മോളസ്റ്റ് 3-digit നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 3, 4, 5 ഗീവ്സ് റിമൈൻഡർ 1, 2, 3. ഓക്കെ, ഇതിൻ്റെ സം ഓഫ് ഡിജിറ്റ് എത്ര വരും? 8, 9, 10. ഓക്കെ, ഇതാണ് പ്രോപ്പർ വേ. ഇനി ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് കട്ട് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യനകത്ത് 3 അല്ലെങ്കിൽ 9 അതുപോലുള്ള സാധനങ്ങൾ തരുമ്പോഴാണ്. കാരണം നമുക്കറിയാം 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണെങ്കിൽ അതിൻ്റെ സം ഓഫ് ഡിജിറ്റ് 3 ആയിരിക്കും. 3 അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3 അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ. 9 എന്തായിരിക്കും? 9 അല്ലെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് സം ഓഫ് ഡിജിറ്റ് ആണ് തന്നിരിക്കുന്നത്. ആ സം ഓഫ് ഡിജിറ്റിന് ഒരു പ്രത്യേകതയുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരണമല്ലോ. അപ്പോൾ അത് സം ഓഫ് ഡിജിറ്റ് 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 1 എന്ന ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 6 ആക്ച്വലി 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഈ ഓപ്ഷനിൽ നിന്ന് 1 കുറയ്ക്കുക, എല്ലാത്തിൽ നിന്നും 1 കുറയ്ക്കുക. ഇവിടെ 5,
ഇവിടെ 10 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 9, ഇവിടെ 8 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 7, ഇവിടെ 11 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 10. ഇതിൽ ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ സം ഓഫ് ഡിജിറ്റ് എന്തുള്ളൂ, 3ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ, +1 ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും ആൻസർ. ഇത് എല്ലാ ക്വസ്റ്റ്യനും ആപ്ലിക്കബിൾ അല്ല, ഓപ്ഷനെയും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ 3 അല്ലെങ്കിൽ 9ൻ്റെ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന എന്ന കേസ് ഉള്ളതിന് മാത്രമേ നമുക്കിത് ആപ്ലിക്കബിൾ ആകൂ. ഓക്കെ, താങ്ക് യു.